കൊച്ചിയുടെ കടന്നു പോണത്. പണ്ട് 3 പാലം അറിയപ്പെടുന്നത്, 3 പാലം, ഇപ്പൊ 4 പാലം. വൈബ് എന്ന് പറഞ്ഞാൽ വേറെ ഒരു രീതി. ഇവിടെ ഫോട്ടോഷൂട്ട് ഇതുവരെ ഇനാഗ്രേഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, സെറ്റ് ആണ്. നടുക്കൊരു കൊളായിട്ട് വരുന്ന ഒരു ഇതാ നമ്മുടെ വീഡിയോയിൽ കണ്ടാണ്. അത് കൂടുതലും ഫിലിംസിലൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. പ്രൈമറി ലൈറ്റ് ഹൗസ് ക്ലോസ് ആയിട്ട്. പിന്നെ ആലപ്പുഴ നിങ്ങൾക്ക് അറിയാമല്ലോ, ആലപ്പുഴ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ടൗൺ അങ്ങനെ വേണേൽ പറയാം. പിന്നെ ടൂറിസം ആണ് മെയിൻ ഇൻകം. അതുപോലെ തന്നെ വൺ സൈഡിൽ ബീച്ച്, വൺ സൈഡ് ബാക്ക് വാട്ടർ, 2 സൈഡിൽ ആക്ടിവിറ്റീസും കാര്യങ്ങളും. ഇപ്പൊ കൽബ് എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ ഈ ഒരു വോള് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. ഇവിടെ സൈഡിലാണ് കൽബ് എന്ന സിനിമയിൽ. അതേപോലെ ഒരുപാട് എന്താണ് നമ്മുടെ ട്രഡീഷണൽ ബിൽഡിങ്സ്, ഹെറിറ്റേജസ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. കാണാം. ആലപ്പുഴ എക്സ്പ്ലോർ ചെയ്യാൻ വന്നതല്ലേ? സത്യമായിട്ടും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ കേരളം മൊത്തത്തിൽ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. വളരെ ക്ലോസ് ആയിട്ട് തന്നെ നമ്മളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സുപരിചിതനായ ആലപ്പുഴക്കാരനായ ഒരു സെലിബ്രിറ്റിയുടെ വീടാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. ആരായിരിക്കും ഗസ്? പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ ആണ്. ആലപ്പുഴയിൽ നിന്നും ഫഹദ് ഫാസിലിന്റെ വീടാണ് ഈ കാണുന്നത്. ഫഹദ് ഫാസിൽ, നസ്രിയ, അതുപോലെ തന്നെ ഫാസിൽ സാറ്, ബച്ചു പറഞ്ഞൊക്കെ വീടാണ്. ഫഹദ് ഫാസിലിന്റെ വീടാണ് കേട്ടാ. ആലപ്പുഴയിൽ വന്ന് കുഞ്ചാപ്പൂർ അയ്യോ, അങ്ങനെ ഫഹദ് ഫാസിന്റെ വീട് കാണാൻ ഭാഗ്യം കിട്ടിയട്ടാ. അപ്പൊ പുള്ളി ഇവിടെ ഇല്ല. കൊച്ചി ഗുജറാത്തി സ്ട്രീറ്റ് ആണ് ഈ പറയുന്ന സ്ഥലം. അതിനകത്ത് ഗുജറാത്തീസ് ആണ്. അവർ പണ്ട് വന്ന് ഇവിടെ സെറ്റിൽ ആയതാണ്. അതുപോലെ തന്നെ ഗുജറാത്തി ടെമ്പിൾ ഉണ്ട്, ജെയിൻ ടെമ്പിൾ. അതായത് സൗത്ത് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു വളരെ വിരളമായിട്ടുള്ള ഈ ജെയിൻ ടെമ്പിൾസ് ഒക്കെ. അത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു ഏരിയ അതേപോലത്തെ ഒരു ജെയിൻ ടെമ്പിളിന്റെ നമ്മളൊരു ഇന്റർവ്യൂ ആണ്. ഇത് മൊത്തം ഇവിടെ കൂടുതലും ഈ ജെയിൻ പീപ്പിൾസ് ആണ്. ഇവർ പണ്ട് ഇവിടെ വന്ന് ആലപ്പുഴ കുടിയേറി വന്നിട്ട് ഇവിടെ ബിസിനസ്സും കാര്യങ്ങളാണ്. ജെയിൻ ടെമ്പിൾ സൗത്ത് ഇന്ത്യയിൽ തന്നെ 2 ഉള്ളൂ. അതിലൊന്നാണ് നമ്മുടെ ആലപ്പുഴയിലാണുള്ളത്. ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ്. ആൾക്കാരോട് വരും. സെറ്റാട്ടാ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എല്ലാം കമന്റിൽ അറിയിക്കണം കേട്ടോ. വിശദീകരിച്ച് തന്നത് നമ്മളെ കളിപ്പോന്ന് ശരിയായ ലുക്കാണ് കേട്ടാ. ആ മുടിയാന്ന് പൈസക്ക്. അപ്പൊ നമ്മൾ ഫുഡ് അടിക്കാൻ കഴിയാണ് ഗൈസ്. അപ്പൊ നമ്മളിപ്പോ ഏത് പള്ളിയിലേക്കാണ് പോകുന്നത്? നമ്മുടെ കച്ചി നൂറാനി മസ്ജിദ്, ആലപ്പുഴയുടെ ഹൃദയഭാഗത്തുള്ള ഒരു പുരാതനമായ പള്ളിയാണ് കച്ച്. അവിടെ ഉറുദു കാര്യങ്ങളൊക്കെ ഭാഷയാണ് ഉപയോഗിക്കുന്നത് ആ പള്ളി. ഓക്കെ, നൂറാനി മസ്ജിദ് അടിപൊളി കേട്ടോ. ആ മോനെ, ആ ഒരു പള്ളി നോക്കി നിങ്ങള്. ഓ, ശരിയായൊരു അടിപൊളി പള്ളി കേട്ടോ. മാഷാ അല്ലാ. ഒരു വണ്ടിയിലാണ് നമ്മൾ കറങ്ങാൻ പോവാന്ന് കേസ് അല്ലേ സന്തോഷ്? അപ്പൊ നമ്മൾ സ്ഥലങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഒരു ഹായ് ആക്കി അടിച്ചു പൊളിച്ചൂടെ? പിന്നെന്താ, നിങ്ങൾ ലൈറ്റ് ആക്കിയില്ലേ? എത്ര സമയമായി നോക്കിയാ? വയറ് പണിയെന്നാണ്. 2 മണിയായി. അപ്പൊ സെറ്റാക്കല്ലേ? പൊളിയാ. കരിമ ഫ്രൈ വന്നിട്ടുണ്ട്. അതുപോലെ അപ്പം, കൂന്തൽ ഫ്രൈ. അപ്പം നമ്മൾ മസ്റ്റ് ട്രൈ ചെയ്യാൻ പോകാൻ കേട്ടോ. നമ്മൾ ആലപ്പുഴയിലെ കിട്ടലൊരു സ്പോട്ടിലാണ് നമ്മളിപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ ഊണ് കഴിക്കാൻ വന്നത്. പക്ഷേ ചോറ് അപ്പം തന്നെ തീർന്നു പോയി. അപ്പം നമ്മൾ അപ്പം കഴിക്കാമെന്ന് വിചാരിച്ചു. കുട്ടനാട് മൊത്തം കറങ്ങാൻ പോകുന്നല്ലേ സന്തോഷം? പക്ഷെ ആകെ ടൈമൊക്കെ ഫുള്ളും പരാജയമായിപ്പോയി. എത്ര ടൈം ഇപ്പോൾ? 4:30 മണിക്കാണ് നമ്മൾ കുട്ടനാട് കറങ്ങാൻ പോകുന്നത്. പക്ഷെ രാവിലെ കുറച്ച് എന്തൊക്കെയോ ഡിലേ ആയിപ്പോയി അല്ലേ? അപ്പോൾ നമ്മൾ ഗവൺമെന്റിന്റെ ബോട്ടിലാണ് പോകുന്നത് അല്ലേ? അതന്നെ കേരള സ്റ്റേറ്റിന്റെ വണ്ടിയിൽ നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ കുട്ടനാട് മൊത്തം കായലൊക്കെ മൊത്തം കറങ്ങിയിട്ട് വരും ഗൈസ് അല്ലേ? യെസ്. സന്തോഷം. നമ്മൾ പഞ്ചാബി മോഡൽ ഇതാണല്ലോ നമ്മളെ അർബത് സിംഗ് ആണോ? അപ്പോൾ നമ്മൾ വണ്ടി കയറിയിട്ടുള്ള വിശേഷങ്ങൾ പറഞ്ഞുതരാം. എല്ലാം മേലെ കയറി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യൂ കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ്
വ്യൂ ആണ് നാട്ടില്. പക്ഷെ നമ്മൾ ഈവനിങ്ങിൽ പോകുന്നതുകൊണ്ട് ആകെ ലൈറ്റായി പോയി മൊത്തത്തിൽ. എന്ത് രസമല്ല വീടെല്ലാം കാണാനല്ലേ. നമ്മളുടെ വീട്ടിലെ റോട്ടുമ്പിലോട്ട് വണ്ടി പോകുന്ന പോലെയാണ് ഇവരുടെ വീട്ടിന് മുമ്പിലോട്ടെ ഇങ്ങനെ ബോട്ട് പോകുന്നത്. വീട്ടിലുള്ള ആൾക്കാർക്ക് എന്ത് രസമായിരിക്കും അല്ലേ അല്ലേ. കണ്ട മീനെല്ലാം പിടിക്കുന്നുണ്ട് അവര്, അടിപൊളിയായിട്ട് കണ്ട സെറ്റാണ്. ആളായിടാ ബസ് പോലെ ഉണ്ടല്ലോ മൊത്തത്തില്. ഹൗസ് ബോട്ടിന്റെ ഒരു ചാകരയാണ് കേട്ടോ ഗൈസ് മൊത്തത്തില് അല്ലേ. അതാണ് എനിക്ക് പേടിയാണ്. ഇത് മൊത്തം പറയാ നമ്മളെ മറ്റേ കാക്കക്കൂട്ടില് കല്ലിട്ട പോലത്തെ അവസ്ഥയാണ് ഗൈസ് ഇവിടെ. ഫുൾ ഹൗസ് ബോട്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഹൗസ് ബോട്ട് ഉള്ളത് ആലപ്പുഴ തന്നെയാണ് കേട്ടോ. അതാണ് കേട്ടോ സ്പീഡ് ബോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിലൊരിക്കൽ പോണേ അല്ലേ എന്നാ. എന്ത് രസമാണ് നോക്കിങ്ങള്. നമ്മളെ വീട്ടിൽ മുമ്പിലോട്ട് ഓട്ടോറിക്ഷ, കാറ്, ബൈക്കെല്ലാം പോവാ. വീടുള്ള ആൾക്കാർ വീട്ടിൽ മുമ്പിലോട്ട് പോകുന്ന നോക്കിങ്ങള് ഫുള്ള് ബോട്ടാണ് കേട്ടോ. ഹൗസ് ബോട്ടാണ്. ഇതൊക്കെ ശീലാണ്. നമ്മളെല്ലാം വീട്ടില് കാറുള്ള പോലെയാണ് ഇവർക്ക് ഇവിടെ സ്വന്തമായിട്ട് തോന്നിയാണ് അല്ലേ. വീട്ടുകാർക്കെല്ലാം കണ്ടില്ല ഇന്നത്തെ കുട്ടികളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള അവർക്കായി സ്വന്തമായിട്ട് തോന്നി. എന്താണല്ലേ അടിപൊളി അടിപൊളി. അതൊക്കെടാ നിങ്ങള് ഒരു കായലിന് നടക്കുന്ന നല്ലൊരു അടിപൊളി ക്ഷേത്രം കണ്ടില്ല. ശരിയായ ക്ഷേത്രം കേട്ടാ. ആ ഒരു വ്യൂ ഉണ്ട് നിങ്ങള്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റോപ്പാണ് കണ്ട. ഇവിടെ ഒരു സ്റ്റോപ്പാണ്. ഈ 4 സൈഡ് പോയിന്റിൽ നമ്മൾ ദ്വീപ് പോലെയാണ് ഇവിടെ. നല്ല അടിപൊളി വീടും കാര്യമൊക്കെ നല്ല സെറ്റ് വീടാട്ടാ. ഇവിടെ ഈ കായലിൽ കാണുന്ന വീടൊക്കെ സെറ്റ് വീടാണ്. കണ്ട എന്ത് രസാ. ഇൻഷാ അല്ലാ ഭാവിയിൽ നമുക്കൊരു ഇവിടെ ഒരു സ്ഥലം മേടിച്ചിട്ട് ഒരു വീട് എടുക്കണം ഈ ഒരു സ്പോട്ടില് അല്ലേ. ഇൻഷാ അല്ലാ നടക്കും. പലതരം ഹൗസ് ബോട്ടാണ് ഇവിടെ ഉള്ളത് കേട്ടോ. നിങ്ങൾക്ക് നോർമൽ ബഡ്ജറ്റിലുള്ള
ഹൗസ് ബോട്ട് ഉണ്ട്, ലക്ഷറി ഉണ്ട്, എല്ലാ തരത്തിലുള്ള ഹൗസ് ബോട്ട് ഇവിടെ കിട്ടും കേട്ടോ. അതാണ് നിങ്ങള് എന്ത് രസാ. കണ്ട നല്ല ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സെറ്റാണ് കേട്ടോ. ഒരു ക്ലിനിക്ക് വരെ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് സൈഡിൽ ഓരോരോ വീടുകളാണ്. വെറൈറ്റി വീടുകളുണ്ട്. ഇവിടെ ജീവിക്കുന്നവർക്ക് വേറെ തന്നെ ഒരു രസമായിരിക്കും കേട്ടോ. പക്ഷെ ടൗണിൽ ജീവിക്കുന്നവർക്ക് വേറെ ഒരു ഇത്, പക്ഷെ ഇവിടെ ജീവിക്കുന്നവർക്ക് ഒരു വേറെ തന്നെ ഒരു ഇത് തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ബോട്ട് സർവീസിലുള്ളത് കൊണ്ട് കല്യാണാണ് കേട്ടോ. അടിപൊളി ശരിയായ ഒരു കല്യാണം കേട്ടോ. ഇവിടെ തൂപ്പുള്ള ആൾ കണ്ടിങ്ങൾ ആടുന്ന പെപ്സി കുടിക്കുന്നുണ്ട്. അതണ്ടാ നീ ഭയങ്കര സംഭവം കേട്ടാ. അടുത്ത ഷൂട്ട് എപ്പാന്ന് സന്തോഷ്? അടുത്ത ആഴ്ച ഷൂട്ടുണ്ട്. ആലപ്പുഴയിൽ വന്നാൽ നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട സംഭവം ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമായിരിക്കും. അസലോട്ടെന്ന് വന്നത് നമ്മളെ കണ്ണൂരാട്ടോ. നമ്മള് കണ്ടില്ലേ? എങ്ങനെയുണ്ട് കുട്ടനാട്? പൊളിയല്ലേ? അടിപൊളിയല്ലേ? എപ്പം കയറി? ഇന്നലെ രാവിലെ അല്ലേ? എങ്ങനെയുണ്ട്? പൊളിയല്ലേ? നമ്മള് കാസർഗോട്ട ടോപ്പ് ഇല്ലെങ്കിൽ ഇതാ ടോപ്പ്? അല്ല എല്ലാത്തിനും ഓരോരോ വൈബാണ്. അടിപൊളി കോളേജ് സ്കൂള് എല്ലാം ഇവിടെ സെറ്റാണ് കേട്ടോ. ഒരു വീട് നോക്കിങ്ങള് എന്തൊരു രസം കാണാൻ. ഭംഗി നോക്കിയേ. സന്തോഷ പൊളിയല്ല ബ്രോ? അതെ ഗൈസ്, ഒറ്റക്ക് അടിക്കുന്നുണ്ടോ ഗൈസ്? ഇവിടുന്ന് ഒറ്റക്ക് അടിക്കുന്നുണ്ടോ കടല? അത് ജസ്റ്റ് ചോദിക്കുക പോണോ? അടിച്ചോ. സ്റ്റോപ്പിലെത്തിയാട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ 8:30 വരെ ഉണ്ടാവും ബോട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മൊത്തത്തിലൊന്ന് കറങ്ങിയിട്ട് വേണം നേരെ തിരിച്ച് ആലപ്പുഴയിലേക്ക് തന്നെ പോകാൻ. വേറെ തന്നെ ഒരു വൈബാണ് കേട്ടോ. ഇവിടെ ഒരു സെറ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ഇവിടുന്ന് ബോട്ട് ഇല്ലെങ്കിൽ തിരിച്ച് ബസ്സിലും പോകാൻ പറ്റും കേട്ടോ. സന്തോഷേ ഒരു 2 കരിക്ക് വരച്ചാട്ടെ. 2 കരിക്ക് വരക്ക് എനിക്കെത്തു. ഒരു 2 തുള്ളിയെ കിട്ടൂടാ. അത് കമൻറ്റ് ചെയ്യാം കേട്ടോ. കമൻറ്റ് ചെയ്യണം. എവിടെ പോയാലും നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും കേട്ടോ. സന്തോഷിന് എവിടെ ഫാൻസ് തന്നെയാണ്. ഉണ്ടല്ലേ? സന്തോഷിൻ്റെ വീഡിയോസൊക്കെ കാണുന്നയാളാ. വേറെ തന്നെ ഒരു രസമാട്ടോ. ഇവിടെ ഇറങ്ങിയപ്പോൾ തന്നെ വേറെ നമുക്ക് ഒന്നും അറിയില്ല. ഇറങ്ങി നടക്കൽ തന്നെ അല്ലേ? നമുക്ക് ഇവിടെ ഒന്നും അറിയില്ല. ഇവിടെ തിരിച്ച് 6 മണിക്ക് നമുക്ക് വന്ന വണ്ടിക്ക് തന്നെ തിരിച്ചു പോകാൻ പറ്റും കേട്ടോ. അടിപൊളി കേട്ടോ. ഇത് നമ്മളെ വന്ന ബോട്ടിൻ്റെ ആൾക്കാരൊക്കെ കേട്ടോ. എല്ലാവരും ഉണ്ട്. എന്താണ് ഇവിടെ നമ്മൾ എന്താണെന്ന് പ്ലാനൊന്നും അറിയില്ല. പോയി നോക്കാം. നമ്മൾ കുട്ടനാട് ഇറങ്ങിയിട്ട് ഒരു ടെർമിനൽ എന്ന് പറഞ്ഞിട്ടൊരു സ്പോട്ടിലേക്ക് പോകാൻ കേട്ടോ. ഇവിടെ തന്നെ വേറെ തന്നെ സെറ്റാണ്. നമ്മളെ മൊത്തം 4 സൈഡും വെള്ളം തന്നെ അല്ലേ? മൊത്തം വെള്ളം തന്നെ കേട്ടാ.
പക്ഷെ നമ്മൾ വന്നൊരു വേറെ തന്നെ ഒരു ഈവനിങ് ആയതുകൊണ്ട് അത്ര ചൂടില്ല അല്ലേ. സെറ്റ് തന്നെയാണ്. നമ്മൾ രാവിലെ വെയിലത്ത് വരാത്ത നല്ലൊരു കുഞ്ഞൊരു വൈബ്. നല്ല രസം തന്നെ കേട്ടാ സത്യം പറഞ്ഞാല്. ആലപ്പുഴ പൊളിയാണ് അല്ലേ. അവിടത്തേക്ക് നടന്നു പോവാന്ന് കേട്ടോ. എന്തൊരു രസാടാ അല്ലേ. സന്തോഷിന്റെ മൊത്തം കിളി പോയിട്ടുള്ള ഈ സ്ഥലം എല്ലാം കണ്ടിട്ട്. അൻ്റെയും കിളി പോയിട്ട് തന്നെ ഉള്ള ഏകദേശം. നല്ല രസാട്ടോ ഓരോ നടന്നിങ്ങനെ പോവാൻ. നമുക്കിനി അവിടെ എത്തിയിട്ട് വേണം ആ ടെമ്പിൾ അതിലോട്ട് നടന്ന് കളിക്കുക. ടെർമിനൽ എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഇപ്പം നമ്മൾ കാണാൻ പോകുന്ന കേട്ടോ. വേറെ തന്നെ ഒരു മൂഡിൽ നീ ഗ്ലാസ് ഇട്ടിട്ട് ഞാൻ ഗ്ലാസ് ഇടാണ്ട് മോശമല്ല അല്ലേ. എന്താ നമ്മൾ കണ്ണൂരുള്ള നമ്മൾ ഇവിടെ കുട്ടനാട്ടിലെത്തിയട്ടോ. ശീശ എന്ന് പറയുന്ന പോലെ സംസാരിക്കണോ. എന്താ ഇവിടെ വരെ നമ്മളെ ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് വരെ ഉണ്ട് ഗൈസ്. ഇപ്പൊ ഇവിടെ വരെ നമ്മളെ വീഡിയോസ് എത്തലുണ്ടല്ലേ. ഒരായി ആയിക്കോ. എന്താ പേരെന്താന്ന്? പ്രശാന്ത്. ബ്രോന്റെ പേരെന്താ? സെറ്റാട്ടോ നിങ്ങളെ സ്ഥലം. അടിപൊളി സ്ഥലം കേട്ടോ. സെറ്റാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവൻ കണ്ണൂര്. ആ നമ്മൾ ഇന്നലെ വന്നിട്ട് ഒന്ന് ആലപ്പുഴ മൊത്തം കറങ്ങാനായിട്ട് വന്നയാ. എന്റെ ചാനലിൽ ഒരു മനാഫ് മന്നു 6 യൂട്യൂബിലുണ്ട്. ഇൻസ്റ്റ ഫേസ്ബുക്ക് എല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ ഫോളോ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാട്ടോ. തീർച്ചയായിട്ടും ചെയ്യില്ലേ. അപ്പൊ നമ്മള് പോയിട്ട് സന്തോഷം. മോനെ രസാണ് ഇത്. നോക്കിങ്ങള് ആ ബാക്കിലത്തെ വ്യൂ നോക്കിങ്ങളെ. ഈ ടെർമിനൽ എന്താ കേട്ടോ പറയാ. പുന്നാര പൂമുത്തെ. എന്താണ് ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം എന്ത് രസമായിരിക്കും അല്ലേ. ഈ ഒരു സ്പോട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് കേട്ടോ. നമ്മളിങ്ങനെ നടന്ന് പോകണം കേട്ടോ. ഒരു കാല് തെറ്റിയാൽ നല്ല വെള്ളത്തിലേക്കായിരിക്കും. നോക്കിയും കണ്ട് നടക്കുക. കുട്ടനാട്ടിലിറങ്ങിയാൽ ഈ ഒരു മസ്റ്റ് ട്രൈ ചെയ്യണം കേട്ടോ. ഈ ടെർമിനൽ എന്ന് പറഞ്ഞൊരു സംഭവം വേറെ തന്നെ കേട്ടോ. അവിടെ നമുക്ക് ബോട്ട് കിട്ടും. നമുക്ക് തിരിച്ച് നമ്മൾ വന്ന ബോട്ട് നമുക്ക് തിരിച്ച് പോകാൻ പറ്റില്ല. അത് എന്താ പറയുക, ഇപ്പോൾ 6 മണിക്ക് അത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ അടുത്തേക്ക് വന്ന് പോകുന്ന കേട്ടോ. വേറെ തന്നെ വൈവാ. ഒരു നായ്ക്കുട്ടി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇറങ്ങേണ്ട വരും മിക്കവാറും കേട്ടോ. നല്ല ക്യൂട്ട് പട്ടി. അടിപൊളി കേട്ടോ കാണാൻ. ഉണ്ടാ നമ്മൾ അടുത്തേക്ക് പോകാൻ കേട്ടോ. അവർ കണ്ട ആ ഒരു സ്പോട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഒരു ലുക്ക് നോക്കിങ്ങൾ. ഗെയ്സ് ടെർമിനലിലേക്ക് എത്താനായി ഗെയ്സ്. അപ്പം ഇങ്ങനെ ഇതിലോട്ടെല്ലാം ഇങ്ങനെ നടന്ന് വരണം. അത്രയേ ഉള്ളൂ. എന്താ കണ്ടില്ലേ. നല്ല ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങോട്ട് നല്ല ജനങ്ങളുണ്ട്. സെറ്റാണ് കേട്ടോ നമ്മളിവിടെ എത്തിയട്ടാ. കുട്ടനാട്ടിൽ ഇറങ്ങിയാൽ എന്തായാലും ഇത് മസ്റ്റ് ട്രൈ ചെയ്യണേ. നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമായിരിക്കും കേട്ടോ. നല്ല ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ എത്തിയാൽ നല്ലതായിരിക്കും കേട്ടോ. ഒരു ഈവനിങ് ടൈം. നമ്മളിപ്പോൾ ഉള്ളത് ഒരു 6:15 ആയിട്ടുണ്ടാവും. പൊളിയാണ് കേട്ടോ.
പൊളി സംഭവം. ഗൈസ് അല്ല നമുക്ക് ഫോട്ടോസ് വീഡിയോസ് എല്ലാം ഇവിടെ എടുത്ത് മരിക്കാം. അത്ര നല്ല അടിപൊളി സ്പോട്ടാട്ടോ ഇത് അല്ലേ? പൊളി 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 ബ്രോ.